നമ്മുടെ ബിസിനസിന്റെ സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെ കോസ്റ്റുകൾ കുറക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് പലപ്പോഴും കുറക്കാൻ പറ്റാത്ത ഒരു കോസ്റ്റാണ് ഇൻവെന്ററി, നമ്മുടെ സ്റ്റോക്ക്. നമ്മൾ സ്റ്റാഫിന്റെ കാര്യത്തിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ഡെക്കറേഷനിലോ മറ്റു കാര്യങ്ങളിലൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്താലും ഒരു കസ്റ്റമർ വന്നിട്ട് ഒരു പ്രൊഡക്റ്റ് ഇല്ല എന്നുള്ള കാരണം കൊണ്ട് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് ഒരു നിലക്കും ഇറങ്ങി പോകരുത് എന്നുള്ള ഒരു ശക്തമായ ഒരു ആഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യം കൊണ്ട് നമ്മൾ എന്താണ് സ്റ്റോക്ക് ഒരുപാട് നമ്മുടെ സ്ഥാപനത്തിൽ വേണം എന്നുള്ള, അല്ലെങ്കിൽ കളക്ഷൻസ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് സാധനങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ വേണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കും. ഇതിന്റെ ഒരു കോൺസിക്വൻസ്, ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ 1-2 വർഷമായിട്ട് നമ്മുടെ സ്റ്റോക്ക് നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് മൂവ് ആവാതെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്വാഭാവികമായിട്ടും സാധാരണ രീതിയിൽ ഇങ്ങനെ സാവധാനം നമ്മൾ അതിനെ നെഗ്ലക്ട് ചെയ്യും. നമ്മുടെ സ്ഥാപനത്തിൽ കിടക്കുന്ന സ്റ്റോക്ക് എപ്പോഴും ഈക്വലന്റ് ടു ക്യാഷ് ആണ്. ആ കിടക്കുന്നത് ക്യാഷ് ആണ് എന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോ 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ 3 വർഷം കഴിഞ്ഞോ ഇനി ഇത് വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ കിട്ടുന്ന വാല്യൂ വെച്ച് നമുക്ക് ഇന്ന് കുറഞ്ഞ വിലക്കത് വിൽക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ അവിടെ എടുക്കണം. ഈ ഒരു ബോധം ഉണ്ടായിട്ട് എന്താണ് കാര്യം? നല്ല ശക്തമായ ബോധങ്ങളിൽ നിന്ന്, വ്യക്തമായ ബോധങ്ങളിൽ നിന്നാണ് ശക്തമായ തീരുമാനങ്ങൾ ഉണ്ടാവും. ശക്തമായ തീരുമാനങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യും.